ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഇതാ ഉറങ്ങി എണിച്ചിട്ട് കടന്നതൊക്കെ നടക്കുകയാണ്. ചായ കുടിച്ചിട്ടാണ് പണി തുടങ്ങിയത്. പുതപ്പുണ്ടായിരുന്നു, വിരിപ്പുണ്ടായിരുന്നു, ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ എന്തൊക്കെയോ ക്യാമറയിൽ നോക്കി കാണിക്കുന്നുണ്ട്. അവളെന്തെങ്ങനെ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവളിപ്പോൾ തന്നെ ഉറങ്ങി എണിച്ചിട്ടുള്ളൂ. അവൾ എണിച്ച പാട് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചതുകൊണ്ട് അവൾ കുറച്ച് ഡാൻസ് കളിക്കാനൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യുന്നത് നോക്കണേ ഇല്ല, എനിക്കാണ് ക്യാമറ ഇല്ല, അവൾക്കാണ് ക്യാമറ എന്ന മട്ടിലാണ് അവളുടെ നൃത്തം. പിന്നെ ഞാൻ കിടന്ന് ഇങ്ങനെ പുറത്ത് ബെഡടക്കം മടക്കി വെക്കേണ്ട ബെഡ് അങ്ങനത്തെ ഞാൻ കിടക്കുന്നത്. പിന്നെ താഴെ അമ്മ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത ശേഷം അടുത്തൊരു മോൾക്ക് തല കെട്ടാനുണ്ടായിരുന്നു. അമ്മ വെളിയിൽ അലക്കുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ മുറ്റത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. രാവിലെ അനുസരിച്ച് അവൾക്ക് തല കെട്ടി കൊടുത്താൽ പറയാൻ പറ്റും. ചിലപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവളുടെ തലമുടിയാണ് ഫസ്റ്റ് ശരിയാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് അനുസരിച്ച് ചെയ്താൽ പിന്നെ എവിടെയും പോകാൻ നമുക്ക് ഡ്രസ്സ് മാത്രം മാറ്റി വിട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ അവളുടെ മുടി കെട്ടുമ്പോൾ ഒട്ടും വിചാരിച്ചില്ല അവിടെ പോകേണ്ടി വരുന്നുള്ള അവസ്ഥയാണ്. ഞാൻ വെറുതെ കെട്ടി വിട്ടണം, അത് ഒതുങ്ങി നിൽക്കുമല്ലോ, മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. സൺഡേ ആയതല്ലേ, അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ വരും, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും പോകേണ്ട അവസ്ഥയാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വീട്ടിൽ അകത്തെ പണി ചെയ്യാണ്ട് ഞാൻ അവളുടെ തലയൊക്കെ ഉറച്ചാക്കാൻ നിന്നത്. 2 കൊമ്പ് കെട്ടാനുള്ള മുടിയൊന്നും ഇല്ല. എന്നാൽ അവൾക്ക് പക്ഷേ ഞാൻ കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ വലിച്ചു വാരി കെട്ടിക്കൊടുത്തു. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് തുണി അലക്കിയത് മെഷീൻ്റെ മേലെ ഉണ്ടായിരുന്നു, അത് മടക്കാൻ നിന്നു. കുറച്ചല്ലേ ഉള്ളൂ ചെയ്താൽ, അത് കഴിഞ്ഞെന്ന് വിചാരിച്ചില്ല, അത് മടക്കാൻ നിന്നു. ഇതൊക്കെ ചെയ്യുന്നത് സൺഡേ രാവിലെയാണ്. കാരണം സൺഡേ 10 മണി കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോകാം എന്നുള്ളൊരു മട്ടാണ്. അത് കാരണം ഞാൻ എല്ലാവരും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഉമ്മ അലക്കാറ് സിസ്റ്റർ തുണി ഉണക്കാടായിരുന്നല്ലോ. അപ്പോൾ 3 മക്കളെയും വെളിയിലാക്കി വാതിലടച്ചിട്ട് ഞാൻ ഉള്ളടിക്കാൻ തുടങ്ങി. എൻ്റെ മോളവിടെ തൊട്ടിയിൽ കിടന്ന് ഉറങ്ങിയാണ്. ശരിയെന്ന് പറഞ്ഞാൽ വേഗം പ്രധാന ഉള്ളൊക്കെ അടിച്ചുവിട്ട് തുടയ്ക്കാനൊക്കെ നോക്കായിരുന്നു. തുടയ്ക്കലൊക്കെ ഉള്ളിൽ കാണുമ്പോൾ വെറുതെ അടിച്ചു തുറക്കാവുന്ന അങ്ങനത്തെ അവസ്ഥയാണ് തോന്നും വീട്ടിനുള്ളിൽ കിടക്കുന്നത്. പക്ഷേ ഞാൻ എത്ര സാധനം താഴെ പുറക്കിയിട്ടാണ് ഈ വൃത്തിയിൽ ചൂട് കൊണ്ട് അടിക്കുന്നത് എനിക്ക് മനസ്സിലാവും. അടിച്ചപ്പോഴാണ് തുടയ്ക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും ക്ലീൻ ആയിരുന്നു. എന്നാലും രാവിലെ വെച്ചൊന്ന് അടിച്ചു തുടച്ചെന്ന് പറഞ്ഞാൽ വീട് എപ്പോഴും ഫ്രഷ് ആയിരിക്കില്ല. ഫസ്റ്റ് അടിച്ച സിസ്റ്ററിൻ്റെ റൂം, രണ്ടാമത്തെ അടിച്ച എൻ്റെ റൂമാണ്. ഇതാ കിടക്കുന്നത്, തൊട്ടിയിൽ കുട്ടി കിടക്കുന്നുണ്ട്. അമ്മ എന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്, അകത്തെ പണി മാത്രം നോക്കിയാൽ മതി, പുറത്തേക്ക് പണി ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. മോൾക്ക് അവിടെ ഒരു ചെറിയ പണി കൊടുത്തിട്ട് എഴുതിയിരിക്കും. കുറച്ച് ചെറിയുള്ളി ഇങ്ങനെ തൊലിക്കാൻ കൊടുത്തിട്ടാണ്. അവൾക്ക് അങ്ങനത്തെ പണിയൊക്കെ നല്ലോണം ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകാൻ പുറപ്പെട്ടു. മോൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തു. ബാക്കിലാണ് സിസ്റ്ററിന് മോളിങ്ങനെ കൊണ്ട് ഞങ്ങൾ ഫർദർ എടുത്തിട്ട് ഒരു ഷോൾ എടുത്തിട്ട് റെഡി. പെട്ടെന്നുള്ള പുറത്ത് പോലായിരുന്നു. അതുകൊണ്ട് ഞാൻ സിസ്റ്ററിന് പോകുന്നത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ അടുത്ത് നിന്ന് ബിസ്ക്കറ്റ് കഴിക്കണം. അന്ന് അവൻ റസ്ക് കഴിക്കായിരുന്നു. അതാണ് ഞാൻ ചുണ്ടൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തു. അത് സിസ്റ്ററാണ്. സിസ്റ്ററിന് എൻ്റെ മോളെ സിസ്റ്റർ കൊടുക്കും, സിസ്റ്ററിന് പോകുന്നത് ഞാനും കൊടുക്കേണ്ട അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.